പ്രിയ സഹോദരരെ, കഥാവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ അനുവദിച്ചു കൊടുത്ത് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതി സംഭവിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യുദ്ധങ്ങൾ വരും. യുദ്ധങ്ങൾ ഈശോ പറയുന്നുണ്ട്, എൻ്റെ യേശു ക്രിസ്തു രണ്ടാമത്തെ വരുമ്പോൾ ഈറ്റുനോവ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇത് നമ്മുടെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്ന യുഗാന്ത്യമായ 2033 അടുക്കുന്നതിന് മുമ്പുള്ള 7 വർഷത്തെ മഹായുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള 2027 ആഗോള വലിയ യുദ്ധം തുടങ്ങുന്നു. അതിന് തൊട്ട് മുമ്പുള്ള 2026 ചെറിയ യുദ്ധങ്ങൾ ആരംഭിക്കുകയാണ്. ഈ ചെറിയ യുദ്ധങ്ങളാണ് അത് വളർന്ന് വലിയ യുദ്ധങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ വലിയ യുദ്ധങ്ങളായിട്ട് മാറുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ഏതൊരു യുദ്ധത്തിനും അതിന് 3 ഘട്ടങ്ങളുണ്ട്. 1 തുടക്കം, 2 അതിൻ്റെ മധ്യാഹ്നം, 3 അതിൻ്റെ അവസാനം. ഇത് എല്ലാ കാര്യങ്ങളുടെയും അവസ്ഥയും ഇത് തന്നെയാണ്. എല്ലാത്തിനും തുടക്കം ഉണ്ടാവും, അതിൻ്റെ മധ്യാവസ്ഥ ഉണ്ടാവും, തുടർന്ന് അതിൻ്റെ അവസാന പശ്ചാത്തലം ഉണ്ടാവും. എന്നതുപോലെ ലോകം അതിൻ്റെ വലിയ യുദ്ധത്തിൻ്റെ ഈ യുദ്ധത്തിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതായിരുന്നു എന്നാണ് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത്. അത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ യുദ്ധം ആരംഭത്തിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ വാർത്ത കേൾക്കുന്ന എന്താണ്? 1, ജോലിക്കായിട്ട് പുറത്തു പോയവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ. അത് ഞാൻ നേരത്തെ പല ക്ലാസ്സിലും വന്നിട്ടുണ്ട്. വിമാന സർവീസിൽ നിന്നുപോകും. ആ കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണ്, നമ്മുടെ പെട്രോൾ ഡീസലുകൾ അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് പെട്രോളിനും ഡീസലിനും വലിയ വില വരും. 100 രൂപ 106 രൂപയ്ക്ക് കിട്ടുന്ന പെട്രോളിന് 506 രൂപ കൊടുത്താൽ കിട്ടാത്ത അവസ്ഥ വരും. തുടക്കത്തിൽ 500 രൂപ കൊടുത്താൽ കിട്ടുന്ന അവസ്ഥ വരും, പിന്നീട് 1000 രൂപ കൊടുത്താലും കിട്ടാത്ത അവസ്ഥ വരും. അതോടെ വാഹന ഗതാഗതങ്ങൾ നിശ്ചലമാകും. വാഹന ഗതാഗതങ്ങൾ നിശ്ചലമായാൽ ഭക്ഷ്യസാധനങ്ങൾ അപ്രത്യക്ഷമാകും. അത് നമുക്കറിയാം. ഇപ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഒരുങ്ങി വരികയാണ്. ഒരു സഹോദരനെ, അതിൻ്റെ 1-ാം ഘട്ടം. 2-ാം ഘട്ടം വളരെ ദയനീയമായ അവസ്ഥയാണ്. ഭക്ഷണസാധനം കിട്ടാതെ വന്നുള്ള അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി എന്തായാലും യുദ്ധമുണ്ടാകുമെന്നുള്ളത് ഉറപ്പായി, എന്തായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായി, എന്തായാലും നാം മരിക്കുമെന്നുള്ളതും അതിനേക്കാളും ഉറപ്പായി. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരുക്കം എന്നത് വീണ്ടും നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടി വരും. എങ്ങനെ ഒരുങ്ങണം, എങ്ങനെ ആയിരിക്കണം നാം ഈ പശ്ചാത്തലങ്ങളിൽ, ഈ കാലഘട്ടങ്ങളിൽ എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ഒരു അവബോധം നാം രൂപീകരിച്ച് പഠിച്ച് ആർജിച്ചെടുക്കണം. ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? ഇപ്പോൾ തന്നെ നമുക്കറിയാം, വിമാനത്താവളത്തിൽ വന്നവർ വിമാനം ഇല്ലയെന്ന് പറയും. പിന്നെ അവരെന്തു സംഭവിക്കും? അവരുടെ വെപ്രാളം, അവരുടെ വേദന, അവരുടെ വിഷമം, അവരെങ്ങോട്ടെല്ലാം വിളിക്കും. ഒരു വിമാനം വന്നിരുന്നെങ്കിൽ കൊണ്ടുപോകാൻ ആൾ വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആ വലിയ ഭയാനകമായ സംഭവം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വിമാനത്താവളങ്ങളൊക്കെ അതിലും ഉണ്ട്. എന്നാൽ കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ വിമാനത്താവളം ഇല്ലാതെ വന്നാലോ, അല്ലെങ്കിൽ ഒരു വിമാനം പോലും പൊങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നാലോ, അപ്പോൾ പുറത്തു പോയവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു നിത്യ അവസ്ഥ വന്നാലോ, ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. 1-ാം ഘട്ടത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. 2-ാം ഘട്ടത്തിൽ ഇതെല്ലാം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള വലിയ അപകടങ്ങളിലേക്ക് വരുന്നു. ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നൊരു വചനമുണ്ട്. അത് നമ്മൾ ഇപ്രകാരം മനസ്സിലാക്കി വേണം. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ഒരു സൂചന തരികയാണ്. അത് 3000 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ പ്രവാചകനോട് സംസാരിക്കുകയാണ്. അത്യുന്നതൻ്റെ പരിശുദ്ധരെ അവർ പീഡിപ്പിക്കും, നിയമങ്ങളും ഉത്സവദിനങ്ങളും മാറ്റുന്നതിന് അവൻ ആലോചിക്കും. സമയത്തിൻ്റെ പകുതിയും വരെ അവർ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. എന്നാൽ ന്യായാധിപ സഭ വിധി പ്രസ്താവിക്കാൻ ഉപേക്ഷിതമാവുകയും അവൻ്റെ ആധിപത്യം എടുത്തു മാറ്റുകയും ചെയ്യും. പൂർണ്ണമായി ദഹിപ്പിച്ച് നശിപ്പിക്കേണ്ടതിന് തന്നെ ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളുടെയും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതൻ്റെ പരിശുദ്ധർക്ക് നൽകപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു വചനം പ്രത്യേകം എടുത്തു പറയാൻ വേണ്ടിയാണ് നിങ്ങൾ പറയുന്നത്. പൂർണ്ണമായി ദഹിപ്പിച്ച് നശിപ്പിക്കേണ്ടതിന് തന്നെ. ആ പൂർണ്ണമായ നശിപ്പിക്കലും ദഹിപ്പിക്കലിനും പറയുന്ന പേരാണ് ആണവ യുദ്ധം, അണുബോംബിൻ്റെ പ്രയോഗം. അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നതാണ് ഇത്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ആണവ യുദ്ധം ലോകത്ത് തുടങ്ങിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, 1-ാം ഘട്ടം ഒരിക്കലും ആണവ യുദ്ധത്തോടുകൂടി അല്ല തുടങ്ങുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ താൽക്കാലിക ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. ഇന്ന കാരണങ്ങളാണ്, ഇന്ന ആവശ്യത്തിനാണ് യുദ്ധം തുടങ്ങുന്നതൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുക. എന്നാൽ ഇതിന് അടുത്ത ഘട്ടം കയറുമ്പോഴത്തേനും ഈ
രക്ഷയില്ലാതെ വരുന്ന അവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ചുരുങ്ങിയ കാലം കൂടെ കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മാസം 6 മാസം കൂടെ കഴിഞ്ഞാൽ മറ്റു ലോകരാഷ്ട്രങ്ങളിൽ കക്ഷി ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ എന്തുകൊണ്ട് റഷ്യയോ ചൈനയോ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളൊന്നും ഇപ്പോൾ രംഗത്തേക്ക് വരുന്നില്ല? അവരൊരു മൗനത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ പഠനത്തിലാണ്, അല്ലെങ്കിൽ അവരൊരു ചർച്ചയിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത്, ഒരു നിശ്ചിത കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അവരും കൂടെ കൈകാര്യം ചെയ്യുകയോ കയറി ഇടപെടുകയോ ചെയ്യുന്ന സമയം വരും. അപ്പോൾ നിലവിലുള്ള അവസ്ഥ മാറ്റം വരും. ആ മാറ്റം വരുന്ന അവസ്ഥ വളരെ ശോച്യാവസ്ഥയായിരിക്കും, വളരെ ഭയാനകമായിരിക്കും, വലിയ സംഭവമായിരിക്കും. അവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവരുടെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം പൂർണ്ണരൂപം പ്രാപിക്കുമ്പോൾ ഉഗ്ര സ്വഭാവമുള്ളവനും തന്ത്രശാലിയുമായ രാജാവ് ഉയർന്നു വരും. അവൻ്റെ ശക്തി വലുതായിരിക്കും. അവൻ ഭീകരനാശങ്ങൾക്ക് കാരണമാകും. തൻ്റെ പ്രവൃത്തികളെല്ലാം അവൻ വിജയിക്കും. ശക്തിനെയും പരിശുദ്ധരെയും അവൻ നശിപ്പിക്കും. അങ്ങനെ 2-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശക്തരെന്ന് പറയുന്നത് ഇസ്രായേൽ ജനം, പരിശുദ്ധരെന്ന് പറയുന്നത് സഭയുമായിട്ട് വന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ ക്രിസ്ത്യൻ പട്ടാളക്കാർ, അല്ലെങ്കിൽ ഇപ്പം അമേരിക്കൻ പട്ടാളം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ രാഷ്ട്രത്തിലെ പട്ടാളങ്ങളാണ് എന്നതുപോലെ. അതായത് ശക്തരെയും പരിശുദ്ധരെയും ഉദ്ദേശിക്കുന്നത് അവരെയാണ്. അവർക്ക് നാശം നേരിടുന്ന കാലഘട്ടം വരുമ്പോൾ അങ്ങനെ വരും. അവർക്ക് ക്ഷീണം വരാം, അവർക്ക് ക്ഷതങ്ങൾ വരാം, അവർക്ക് പ്രശ്നങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കും ഈ ലോകത്ത് പറഞ്ഞാൽ, അവരെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു വൻ ശക്തി മറ്റൊരു ശക്തിയായിട്ട് കയറി വരും. ആ പശ്ചാത്തലം വരുമ്പോഴാണ് ലോകത്ത് മഹാപീഡനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ലോകാവസാനം എന്ന സത്യം ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ യുഗാന്ത്യം എന്ന് 2023 പറയുന്നത് അങ്ങനെ. ഇതിൽ ഏത് വിഷയമായാലും അങ്ങോട്ട് എത്തുന്നതിന് ചുരുങ്ങിയ കാലഘട്ടമുള്ള ഈ പശ്ചാത്തലത്തിലാണ് ഈറ്റുന്നവൻ്റെ ആരംഭം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇനി നമുക്ക് ചിന്തിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കും. 2000 ആണ്ട് കഴിഞ്ഞതിന് ശേഷം 26 വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ 2015 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടില്ല, നമുക്കറിയാം. ഇപ്പോൾ യുദ്ധം അങ്ങ് തുടങ്ങി വെച്ചിരിക്കുകയാണ്. 27 മുമ്പായിട്ടുള്ളതാണ് 26 തുടങ്ങി വെച്ചിരിക്കുന്ന യുദ്ധം. അപ്പോൾ ഇത് ബാക്കി അടുത്ത തലങ്ങളിലേക്ക് വരും. ആ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇനി ഒരു വെടിവെച്ചില്ലാത്തൊരു ലോകം, ഇനി ഒരു സമാധാനം ഉള്ള ലോകത്ത് ഉണ്ടാവുകയില്ല. വെടിവെച്ചുള്ള ലോകം, അത് കത്തിപ്പടരുന്ന ലോകം, അത് അസമാധാനത്തിൻ്റെ അസ്വസ്ഥതയുടെ കാലഘട്ടത്തിലേക്ക് വരും. ഇവിടെ നാം സ്വസ്ഥരാകണമെങ്കിൽ, നമുക്കൊരു രക്ഷ വരണമെങ്കിൽ, നമുക്ക് ഹൃദയത്തിലൊരു സമാധാനം വരണമെങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആത്മീയതലത്തിലും ഭൗതികതലത്തിലും ഒരു പരിഹാരമുണ്ടാകണമെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? അതിന് നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ രക്ഷയ്ക്കായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് ആരാണ്? നമുക്ക് ആശ്രയിക്കാൻ നമുക്ക് ആരാണുള്ളത്? നമുക്കറിയാം, നമ്മുടെ സഭയുടെ ദൗർബല്യാവസ്ഥ, ഒരു ദുർബലമായ ഒരു ബലൂൺ പോലെ നിൽക്കുന്ന ഒരു സഭയാണ് നമ്മുടെ കത്തോലിക്ക സഭ. സഭയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ, സാത്താൻ്റെ കൂടെ പോകണമോ ദൈവത്തിൻ്റെ കൂടെ പോകണമോ, നന്മയുടെ വശം സ്വീകരിക്കണമോ തിന്മയുടെ വശം സ്വീകരിക്കണമോ എന്നൊക്കെയുള്ളൊരു സംശയാസ്പദമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടെ സഭ കടന്നു പോകുമ്പോൾ അതിന് പേരാണ് നമ്മുടെ ദൗർബല്യം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. അത് കർത്താവ് പറയുന്നൊരു വചനമാണ്. ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. അത് സഖറിയ പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞത് നമ്മുടെ ദൗർബല്യം, നമ്മുടെ ശക്തിയില്ലാതെ വരുന്നതിൻ്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, അത് വിശുദ്ധിയില്ലായ്മയാണ്. വിശുദ്ധി നഷ്ടപ്പെട്ടാൽ, വിശുദ്ധിയുടെ അളവ് കുറഞ്ഞാൽ, വിശുദ്ധിയുടെ ഒരു ജ്ഞാനം കുറഞ്ഞാൽ നാം ദുർബലരായി പോകും. നമുക്ക് ശക്തിയും ധൈര്യവും കിട്ടുന്നത് വിശുദ്ധിയുടെ അളവ് കൂടുമ്പോഴാണ്. അപ്പോൾ വിശുദ്ധിയുടെ അളവ് കൂടിയാൽ നമ്മുടെ ആത്മാവ് ശക്തമാകും. ആത്മാവ് ശക്തമായാൽ നാം രക്ഷയുടെ കൂടുതൽ അടുത്തേക്ക് വരും. രക്ഷ കൂടുന്നതിനനുസരിച്ച്, രക്ഷയുടെ അളവ് കൂടുന്നതനുസരിച്ച് ദൈവ സാന്നിധ്യം കൂടും, ദൈവിക പദ്ധതികൾ കൂടും. അങ്ങനെ ദർശനങ്ങളും കർത്താവിൽ നിന്നുള്ള മെസ്സേജുകളും നമുക്ക് കിട്ടാൻ തുടങ്ങും. അങ്ങനെ കിട്ടാൻ തുടങ്ങുമ്പോൾ നാം ദൈവമായിട്ടൊരു അടുത്ത പദ്ധതി, അവിടെ നമുക്ക് സമാധാനം ലഭിക്കും, അവിടെ നമുക്ക് ശാന്തി ലഭിക്കും. ആ ദൈവവുമായിട്ടുള്ള ബന്ധം, അത് പ്രത്യേകിച്ചും യേശുവുമായിട്ടുള്ള ഒരു സംസർഗം, യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ ആരാധന, യേശുവിൻ്റെ പാട്ടുകൾ, അവിടെ കരങ്ങളടിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിക്കുക, ഇങ്ങനെ യേശുവിനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് മാത്രമേ അല്പമെങ്കിലും സമാധാനവും അല്പമെങ്കിലും സന്തോഷവും നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ 50 ലക്ഷം രൂപ അവിടെ പെട്ടിയിലിരുന്നാലും മാർക്കറ്റിൽ അരിയില്ലാതെ വന്നാൽ, ഭക്ഷണമില്ലാതെ വന്നാൽ നമുക്ക് 50 ലക്ഷം തിന്നാൻ പറ്റുമോ? അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ പ്രിയപ്പെട്ടവരെ? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, യഥാർത്ഥ സമാധാനം തരുന്നത്, യഥാർത്ഥ സന്തോഷത്തിൻ്റെ നമ്മുടെ ഒരു ശാന്തിയുടെ തീരത്തേക്ക് കൊണ്ടുപോകുന്നത്, പ്രശ്നകലുഷിതമായ ഈ ലോകത്ത് പണമുണ്ടെങ്കിലും കാര്യമില്ല എന്നുള്ള അവസ്ഥ തിരിച്ചറിയുമ്പോൾ, അവിടെയും പണമില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല, പക്ഷെ പണമുണ്ടായിട്ട് ഒരു പ്രശ്നമില്ല, പക്ഷെ പണമില്ലെങ്കിലും
നമുക്കൊരു കൂടുതൽ ഗുണം കിട്ടും. പണവും സമ്പത്തും ഇല്ലായ്മയാണ് ശരിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള അവസരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ ഒരു പൈസയുമില്ല, സമ്പത്തില്ല, പണവുമില്ല, ഭക്ഷണമില്ലെങ്കിലും കർത്താവായ ദൈവമേ ഞങ്ങളുടെ മേൽ സഹായമായി വരണമേ, ഞങ്ങളുടെ ആവശ്യം നേരത്തെ അങ്ങ് വിളി കേൾക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ദൈവം തീർച്ചയായിട്ടും സഹായിക്കും. എന്നാൽ 50 കോടിയും 1 കോടിയും നമ്മൾ കോടാനുകോടി രൂപ പെട്ടിക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്നവർക്ക് അപ്പോഴും പണത്തിൻ്റെ മേലുള്ള ആധിപത്യം നിലനിൽക്കുമ്പോൾ, പണത്തോടുള്ള സ്വാധീനം നിലനിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിലേക്ക് ഹൃദയം തുറക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ പണമില്ലാതെയുള്ള ജീവിതത്തെ നാം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കേണ്ടി വരും. ഇനിയുള്ള കാലഘട്ടം സമ്പത്തില്ലാത്ത, നമ്മൾ ഏതെല്ലാം സുഖസൗകര്യങ്ങൾ ഇപ്പോൾ അനുഭവിച്ചോ അതിൻ്റെ എല്ലാം ഇരട്ടി പ്രതിഫലം തിരിച്ച് ദുഃഖവും കഠിനവേദനയും തരുന്ന അവസ്ഥയിലേക്കാണ് ലോകം മാറുന്നത്. കർത്താവ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 18-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പം വിചാരിക്കും നമ്മുടെ വാർക്ക വീടുകൾ നമുക്ക് സുരക്ഷിതത്വം തരും, നമുക്ക് സന്തോഷം തരും, നമ്മൾ സുരക്ഷിതമാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അത് സുരക്ഷിതമല്ല. അതിൽ തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളും ദുഃഖങ്ങളും. ഇപ്പോൾ നമുക്ക് വാർക്ക വീടുണ്ടെങ്കിലും അവിടെ കറണ്ട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കറണ്ട് ഇല്ലെങ്കിൽ വെള്ളം അടിക്കാൻ പറ്റിയില്ല, മോട്ടർ അടിച്ച് വെള്ളം നിറയ്ക്കാൻ പറ്റിയില്ല, അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഭക്ഷണ സാധനങ്ങളില്ല, അപ്പോൾ എന്ത് സംഭവിക്കും? AC വർക്ക് ചെയ്യുന്നില്ല, ഫാനില്ല, അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അതിൽ തന്നെ എല്ലാ സുഖസൗകര്യങ്ങളിലും തന്നെ എല്ലാ അസ്വസ്ഥതകളും നിറച്ചതാണ് ശാസ്ത്രം. അത് ശാസ്ത്രീയ തെളിവ് എന്ന് പറയുമ്പോൾ ഏതൊരു ശാസ്ത്രീയ രഹസ്യത്തിലും, ഏതൊരു ശാസ്ത്രീയ സുഖത്തിലും, ഏതൊരു ശാസ്ത്രീയ സുഖ സൗകര്യങ്ങളിലും അതിൽ തന്നെ അതിൻ്റെ നെഗറ്റീവ്, അതിൻ്റെ എതിർഫലങ്ങളും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കറണ്ട് ഇല്ലാതെ വന്നാൽ എന്തു സംഭവിക്കും? കറണ്ട് ഉള്ളപ്പോൾ വെളിച്ചം കാണുന്നു, ഫാൻ കറങ്ങുന്നു, AC വർക്ക് ചെയ്യുന്നു, വെള്ളം മോട്ടർ അടിക്കുന്നു, സുഖം. എന്നാൽ ഈ ഒരു കറണ്ട് എന്ന സംഭവം പെട്ടെന്നില്ലാതെ വന്നാൽ, അല്ലെങ്കിൽ വലിയൊരു വെള്ളപ്പൊക്കം വന്ന് ഒരു അണക്കെട്ട് പൊട്ടിയാൽ എന്തു സംഭവിക്കും? ഇപ്പോഴുള്ള സുഖസൗകര്യത്തിൻ്റെ ഇരട്ടി ശിക്ഷ, ഇരട്ടി വേദനയാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു വെക്കുന്നുണ്ടത്. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എൻ്റെ ജനമേ, അവൾ ഇന്ന് ഓടിയകലും, അല്ലെങ്കിൽ അവളുടെ പാവങ്ങളിൽ നിങ്ങളും പങ്കാളികളാകും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. ഇത് കർത്താവ് പറയണം. അപ്പോൾ അതിന് ശേഷം പിന്നീട് പറയുന്നുണ്ട്, അവൾ കലർത്തി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കും. അവൾ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങളിൽ അനുഭവിക്കുകയും ചെയ്തു, അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് തിരികെ നൽകും. എന്തെന്നാൽ അവൾ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ രാജ്ഞിയായി വാഴുന്നു. ഇതാണ് പ്രിയപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, എത്ര സുഖസൗകര്യമുണ്ടോ ആ സുഖസൗകര്യത്തിൻ്റെ ഇരട്ടി വേദനയും ദുഃഖം അതിൽ തന്നെ നിക്ഷിപ്തമാണ്. പെട്രോൾ ഡീസൽ ആവാനും വാഹന ഗതാഗതം നിന്നുപോയാൽ എന്തായിരിക്കും സംഭവിക്കുക? പള്ളിയിൽ പോകാൻ പറ്റുമോ? പള്ളി സംവിധാനങ്ങൾ തന്നെ, കുർബാനകൾ തന്നെ നിന്നു പോകാൻ അധികം സമയം നമ്മുടെ മുമ്പിലില്ല. വളരെ തൊട്ടടുത്താണ് വിശുദ്ധ ബലിയും കുർബാനയും സംവിധാനങ്ങളും നിന്നു പോകാനുള്ള സാഹചര്യം അടുത്ത് തന്നെയാണുള്ളത്. ഏതാനും വിരലിൽ എണ്ണാവുന്ന കാലഘട്ടങ്ങൾക്കുള്ളിൽ ഈ സഭയും സംവിധാനങ്ങളും കുമ്പസാരവും കുർബാനയും എല്ലാം നിന്നു പോകുന്ന പശ്ചാത്തലമുള്ളപ്പോൾ ഇപ്പോൾ നാം എത്രമാത്രം ജാഗ്രതയോടെ, എത്രമാത്രം തീക്ഷ്ണതയോടെ, എത്രമാത്രം വേഗത്തിൽ, എത്രമാത്രം കൂട്ടമായിട്ട് വന്ന് വിശുദ്ധ ഗ്രന്ഥം, വചനം, സുവിശേഷ വചനം ശ്രവിച്ച് നാം ഒരുങ്ങേണ്ട സമയമാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ആൾക്ക് താല്പര്യമില്ല, ആരും അതിനോട് താല്പര്യം കാണിക്കുന്നില്ല. ആളുകളുടെ എണ്ണം ശുഷ്കമായി തീരുമ്പോൾ ആ പീഡനവും വേദനയും അവരിലേക്ക് വരുമ്പോഴേ ഇനി അവർക്ക് ബോധ്യമാവുള്ളൂ. അതിലെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങുക എന്നുള്ള ഒരു ശരിയായ അവബോധം നമ്മളിൽ വ്യക്തമായിട്ട് വേണം. അല്ലാതെ ഇനിയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ സംസാരിച്ച പ്രകാരമാണ്, ബ്രദറെ, അബുദാബിയിലും ദുബായിലൊക്കെ ഇടയ്ക്ക് ബോംബ് വീഴുന്നില്ല, എപ്പോഴും വീഴുന്നില്ല, വല്ലപ്പോഴേ വീഴുന്നുള്ളൂ. ഇപ്പോൾ പ്രവാസികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിമാനം പോയിട്ടുണ്ട്. അത് ഒരാഴ്ചയോടെ കഴിയുമ്പോൾ എല്ലാം ശരിയാവും, പഴയതുപോലെ ആകും. അങ്ങനെയാണ് ഇപ്പോൾ 2 പേര് എന്നോട് സംസാരിച്ചത്. എന്നാൽ പ്രിയ സഹോദരനെ, സത്യം തിരിച്ചാണ്. കാരണം ഈ യുദ്ധം അതിൻ്റെ അടുത്ത തലത്തിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത തലത്തിലേക്ക് കയറുന്നു. തുടക്കത്തിൽ നിന്ന് മധ്യാഹ്നത്തിലേക്ക് കയറുന്നു, മധ്യാഹ്നത്തിൽ നിന്ന് ഒടുക്കത്തിലേക്ക് കയറുന്നു. ഇതാണ് ഇതിൻ്റെ ഘട്ടം. അല്ലാണ്ട് നമ്മളിപ്പം ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലുള്ളവരോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പോലുള്ളവരൊക്കെ പറയുന്നത് പെട്ടെന്ന് തീർത്തും, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് തീരും, അത് ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കും. എന്നാൽ അങ്ങനെയല്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള ആഗോള 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്ക ഭാഗമാണ് ഈ കാണുന്നത്. അതതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ദാനിയേൽ പരമേശ്വരൻ അത് ശക്തവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നത് ഇനി ഒരു സുഖസൗകര്യമല്ല. നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നത് ബാങ്ക് ബാലൻസ് വരുന്ന സംവിധാനം നിന്നു പോവുകയാണ്. ബാങ്കിൽ നിന്ന് പുറത്തുനിന്നും വിദേശത്തു നിന്നും
മക്കളും അവരുടെ ബന്ധുക്കളും നമുക്ക് അയക്കുന്ന പൈസ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സുഖസൗകര്യമായിട്ട് ജീവിക്കുന്നെങ്കിൽ നാളെ നമുക്ക് ഈ പണം നിന്നു പോകുന്ന പശ്ചാത്തലം നമ്മൾ തന്നെ അനുഭവിക്കും. അത് സമ്പത്ത് കിട്ടിയിരുന്ന സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയെ നാം മനസ്സിൽ കാണണം. എന്നാൽ അവിടെയും നമുക്ക് രക്ഷ തരാൻ, അവിടെയും നമുക്ക് ആവശ്യമുള്ളത് തരാൻ കെൽപ്പുള്ള, കഴിവുള്ള, ത്രാണിയുള്ള ഒരു സർവശക്തനായ യേശുക്രിസ്തു എന്ന ഏക സത്യദൈവമായ ആ യേശുക്രിസ്തുവിനെ ശരിയായ രീതിയിൽ ഇപ്പോൾ പോയി ഒരു കുർബാനയുടെ തിരിച്ചു വരുന്ന പോലെ അല്ല പ്രിയപ്പെട്ടവരെ. അതിനപ്പുറത്തേക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അപ്പം കൊണ്ട് മാത്രമല്ല മർത്യർ മനുഷ്യൻ ജീവിക്കേണ്ടത് പ്രത്യേക കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഒരു വാക്കുകൊണ്ടാണ്, ഓരോ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ എന്നാൽ നമുക്ക് വചനവും വാക്കും വളരെ കുറവാണ്. നമ്മൾ ജീവിക്കുന്നത് അപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്. കുർബാനയാണ് നമുക്ക് ഏറ്റവും മൂല്യമെന്ന് കരുതിയെങ്കിൽ ആ ഏറ്റവും മൂല്യമായ സമ്പത്ത്, ആ കുർബാന സമയത്ത് നമ്മളെ നഷ്ടപ്പെടാൻ അധികം ദൂരമില്ല. അതിനാൽ പ്രിയ സഹോദരനെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള യഥാർത്ഥ ഒരുക്കം, ഒരു വീടിൻ്റെ യഥാർത്ഥ ഒരുക്കം എന്താണ്, എങ്ങനെയാണെന്ന് ഞാൻ ഇതിൽ മൊബൈലിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ക്ലാസ്സിനെത്തുന്നാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രീതിയിലുള്ള ഒരുക്കം, ഒരുങ്ങാത്ത ഭവനങ്ങളിലൊന്നും ഒരു രക്ഷയും ഉണ്ടാവുകയില്ല. കഴിഞ്ഞ ക്ലാസ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിൽ തന്നെ ഭക്ഷ്യസാധനങ്ങൾ ഇല്ലാതെ വന്നാൽ എത്ര മരണം നടക്കും, അല്ലെങ്കിൽ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകുമോ, പശ്ചാത്തലം ഉണ്ടാകുമോ? അത് വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് ഇതൊക്കെ തൊട്ടു മുമ്പിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്നൊരു രക്ഷ നേടാൻ ഏത് വലിയ പ്രശ്നം വന്നാലും, ഈ ലോകത്ത് യുദ്ധം വന്നാലും, വെള്ളപ്പൊക്കം വന്നാലും, കടലിൽ കയറി വന്നാലും, അണുയുദ്ധം നടന്നാലും, ആ അണുബോംബിൻ്റെ സ്ഫോടനത്തിന് നടുക്കും രക്ഷ ഒരുക്കാൻ കഴിയുന്ന ഒരു ദാനിയേൽ പ്രവാചകന്റെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം, ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവം, സൈന്യങ്ങളുടെ കർത്താവ് എന്നറിയപ്പെടുന്ന ആ സർവ്വശക്തനായ പിതാവ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് കൂടെയുള്ളപ്പോൾ നമുക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ യേശു ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നതാണ്, ഞാൻ മതവിശ്വാസിയാണ്, സഭയിലെ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനമില്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിന് കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് തലങ്ങളുണ്ട്. ആ തലങ്ങളിൽ കൂടിയൊക്കെ വിശുദ്ധി പ്രാപിച്ച്, രക്ഷ പ്രാപിച്ച്, വിശുദ്ധിയുടെ ശക്തി കൂട്ടി, വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും ശക്തി കൂട്ടിക്കൊണ്ടുവന്ന് അതൊരു പ്രത്യേക സ്ഥലത്തേക്ക് വേണം. അതുകൊണ്ടാണ് നമുക്കറിയാം, ഈശോ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 പേരെ കൂട്ടിക്കൊണ്ട് താബോർ മലയിലേക്ക് കയറി ചെന്ന് അവരുടെ മുമ്പിൽ വെച്ച് അവൻ ആ യേശു രൂപാന്തരപ്പെട്ടു നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് രൂപാന്തരണം സംഭവിക്കുന്നത്. ആ മലയിലേക്ക് കയറിപ്പോയി ആ 3 പേരും യേശുവിനോട് കൂടെ ആയിരിക്കും 4 പേര് കൂടിയിരിക്കുന്ന അവസ്ഥ, ആ മലയുടെ പശ്ചാത്തലം, ആ സാഹചര്യം, ആ സാഹചര്യത്തിൽ, ആ പശ്ചാത്തലത്തിൽ, ആ സന്ദർഭത്തിലാണ് ഈ രൂപാന്തരണം നടക്കുന്നത്. എന്നതുപോലെ നാം സാധാരണ വീടുകളിൽ ജീവിക്കുന്ന പോലെ ജീവിച്ച് നമുക്ക് മരണത്തെ അതിജീവിച്ച് നിത്യത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ആരും വിചാരിക്കരുത്. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നൊരു ഭാഗം ഇതാണ്: നാം നമ്മുടെ ഭവനത്തിലായിരുന്നുകൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയില്ല, ആ വാർക്ക വീട്ടിലാണെങ്കിൽ പ്രവേശിക്കുകയില്ല. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നിത്യത നമുക്ക് കണി കാണാൻ പോലും പറ്റില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ഒരുക്കം എന്നത് അതിനിഗൂഢവും അതിവിശുദ്ധീകരണവുമാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ രീതിയിലായിരിക്കണം നാം ഒരുക്കേണ്ടത്. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞെന്നോ അച്ഛൻ പറഞ്ഞെന്നോ സഭ പഠിപ്പിച്ചെന്നുള്ളതല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തു പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കണം ഒരുങ്ങേണ്ടത്, അതനുസരിച്ചായിരിക്കണം നാം ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ പോകുന്ന ഒരു കാടടച്ച് വെടിവെക്കുന്ന എന്നൊരു സംവിധാനമുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കാടടച്ച് വെടിവെക്കും. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്. ആനയും കടുവയൊക്കെ വേട്ടയാടുമ്പോൾ ഒരു ഏരിയ മൊത്തത്തിലൊരു വെടിവെക്കും. മൊത്തത്തിൽ വെടിവെക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആനം പേടിച്ച് പുറത്തേക്ക് കാണും, അത് ഓടി രക്ഷപ്പെടുകയും ചെയ്യും, അതിന് കിട്ടുകയില്ല. എന്ന് പറഞ്ഞ കാടടിച്ച് വെടിവെക്കുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ക്രിസ്ത്യാനിറ്റി ഉള്ളത്. അതിൻ്റെ ബാക്കിയൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. അവിടെ ഞാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ക്ലാസ് നിർത്താൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മാസം 21, 22, 23 തീയതികളിൽ, മാർച്ച് മാസം 21, 22, 23 തീയതികളിൽ, ശനി, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങളിൽ എൻ്റെ ഭവനത്തിൽ ധ്യാനമുണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് വേഗം ബുക്ക് ചെയ്യാം, വേഗം വരാം. കാരണം ഇനിയുള്ള കാലങ്ങളിൽ പലരും അവരുടെ വീടുകളിലേക്കും ചില സ്ഥലങ്ങളിലേക്കൊക്കെ എന്നെ ധ്യാന ക്ലാസ്സിനായിട്ട് വിളിക്കുന്നുണ്ട്. ഈ മാർച്ച് അവസാന കാലഘട്ടത്തിൽ വരുമ്പോൾ ചില ജില്ലകളിലേക്ക് എന്നെ ധ്യാനത്തിനായിട്ട് ആളുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തിരക്ക് കൂടുതൽ വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ധ്യാനങ്ങൾ കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, മരണം നമ്മുടെ കൺമുമ്പിൽ വരുമ്പോൾ, ദുഃഖവും വേദനയും ശരിയായ രീതിയിൽ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, അപ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമായ കർത്താവേ, എങ്ങനെയായിരുന്നു ഒരുങ്ങേണ്ടത്, വ്യക്തമായിട്ട് ഒരുങ്ങേണ്ട ഒരു ബോധം എനിക്ക് കിട്ടുന്നില്ലല്ലോ, അയ്യോ ഇനി എന്തു ചെയ്യും എന്ന് വിചാരിച്ച് വിളറി പിടിച്ചാൽ നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഈ വിളി കേൾക്കണം. ഈ വിളി കേട്ട് നിങ്ങൾ വന്നാൽ, നിങ്ങൾ ഒരുങ്ങിയാൽ, നിങ്ങളൊരു ശാശ്വത ശിലയായി നിങ്ങൾ ഏത് പ്രശ്നത്തിൻ്റെയും, ഏത് അപകടത്തിൻ്റെ മുമ്പിൽ, ഏത് ദുരന്തങ്ങളുടെ മുമ്പിൽ, ഏത് പൈശാചി പീഡകളുടെ മുമ്പിലും
നിങ്ങൾക്ക് അതിജീവിക്കാൻ, ശക്തിപ്പെടുവാൻ, ക്രിസ്തുവിൻ്റെ കൂടെ പോകാൻ തക്കവിധം ഒരാത്മീയ പവർ, ഒരാത്മീയ ശക്തി ലഭിക്കുന്ന അതിവിശുദ്ധമായ പ്രക്രിയ, ആ ഒരുങ്ങൽ പ്രക്രിയ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുണ്ടെങ്കിൽ വിശുദ്ധി വർദ്ധിച്ചാൽ നമുക്ക് ഭയമില്ലാതെ വരും. പക്ഷെ നാം ഭയപ്പെടുന്ന കാലഘട്ടം തൊട്ടുമുമ്പിലെത്തി നിൽക്കുകയാണ്. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, ഈ മാസം നടക്കുന്ന 21, 22, 23 തീയതികളിലെ ധ്യാനത്തിന് നിങ്ങൾ കഴിയുന്നിടത്തോളം ആളുകൾ ബുക്ക് ചെയ്യാൻ എൻ്റെ വീട്ടിലേക്ക് വരിക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ അവിടെ ഒരുക്കുന്നതായിരിക്കും. അതിനാൽ പ്രിയപ്പെട്ട സഹോദരൻ, 97 78 17 22 83 ഈ നമ്പർ വീണ്ടും ഞാൻ പറയുകയാണ്. കാരണം കേൾക്കുന്നവർ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കേൾക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ യുദ്ധങ്ങൾ തുടങ്ങാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ആളുകൾ ബോധ്യം വരുന്നുണ്ട്. അവർ എതിർ കമൻറ്റ് ഇട്ടിരുന്നൊക്കെ ശരിയാണ്, ഇത് സംഭവിക്കാൻ പോവുകയാണെന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. 97 78 17 22 83 ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. കാരണം വെച്ചാൽ അവർക്ക് മുൻകൂട്ടി അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ എത്ര ആളുകളുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ക്രമീകരണങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഏതാനും ചുരുങ്ങിയ കാലം കൂടി നമുക്ക് ധ്യാനം ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അത് കഴിഞ്ഞ് പെട്രോൾ ഡീസലിന് വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്രാ സൗകര്യം അസ്വസ്ഥമാകും, ഭക്ഷ്യസാധനങ്ങളുടെ വില കൂടും, വാഹന ഗതാഗതം അസാധ്യമായിട്ട് വരും. ഈ ഒരു പശ്ചാത്തലം മുമ്പിൽ നിൽക്കുകയാണ്. ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മൾ വിശദീകരണ പ്രക്രിയ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ദൈവം ഒരുക്കുന്ന അവസരമായിട്ട് കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്താൽ അവർക്ക് ധ്യാന ക്ലാസ്സുകൾ കൊടുക്കുന്നതായിരിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ഭൂമിയിലേക്ക് വരുവാൻ 7 വർഷങ്ങൾ മാത്രം ഭൂമിയിൽ അവശേഷിച്ചിരിക്കുന്ന യുഗാന്ത്യത്തിലേക്ക് കടക്കുവാൻ ലോകം വെമ്പൽ കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവം എഴുതി വെച്ച എല്ലാ യന്ത്രങ്ങളും, പ്രത്യേകിച്ച് നമുക്കറിയാം വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്ന ആ പ്രതിമ, മൃഗത്തിൻ്റെ പ്രതിമ എന്നൊക്കെ പറയുന്ന ആ സംഭവമാണ് ശരിക്കും റോബോട്ടുകൾ. അതിൻ്റെ യന്ത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് നാമുള്ളത്. അപ്പോൾ നാം ഉള്ളത് വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം അധ്യായം 14-ാം തിരുവചനം. ഇപ്പോൾ ആ പശ്ചാത്തലം 13-ാം തിരുവചനത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടവും ആ ഡേറ്റും സമയവും ഭൂമിയിൽ വന്നു കഴിഞ്ഞു. ആ ഒരുക്കപ്പെട്ട സമയത്തിലാണ് നമ്മളുള്ളത്. ഇനി നമുക്ക് ഇതിന് മുമ്പോട്ട് പോകാനുള്ളത് യുദ്ധത്തെ കാണുക, യുദ്ധത്തിൽ മരിക്കുകയോ പട്ടിണി കിടന്ന് മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ദുരന്തങ്ങളിൽ കൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. എന്നാൽ ദുരന്തത്തിനായി നിന്നെ വിട്ടുകൊടുക്കാനുള്ളതല്ല എന്ന് സർവശക്തനായ ഈശോ പറയുന്ന ഒരു വചനം വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം. അത് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 10-ാം തിരുവചനമാണ്. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന് വേറൊരു മറുതലം കൊണ്ട് വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ആ 14-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്: ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ അനുഗ്രഹീതരും ഭാഗ്യവാന്മാരുമാണ്. ആ വിശുദ്ധീകരണ പ്രക്രിയ നടത്തിയവർക്കാണ് ഈ വെളിപാട് 3:10 സംരക്ഷണം. എന്തെന്നാ നീ എൻ്റെ വചനം കാത്തു. ആ വചനം കാക്കണമെങ്കിൽ വിശുദ്ധി, പലവിധ വിശുദ്ധിയുടെ പല തട്ടുകളുണ്ട്. ആ സ്റ്റെപ്പിലേക്ക് നാം കയറേണ്ടതുണ്ട്. കയറിയേ പറ്റൂ. കയറിയില്ലെങ്കിൽ ദുരന്തങ്ങൾ മൂടി നിങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞ ശേഷം അയ്യോ എന്ന് വെച്ചിട്ട് ഒരു ഫലം ഉണ്ടായിരിക്കില്ല. അതിനെ പ്രിയപ്പെട്ടവരെ, ക്ലാസ്സുകളുടെ എണ്ണം കുറയാൻ പോവുകയാണ്, ധ്യാനങ്ങളുടെ എണ്ണം കുറയാൻ പോയി. കേരളത്തിലെ ധ്യാന സെൻ്ററുകളൊക്കെ നിന്നുപോകും, വചനപോഷണം നിന്നുപോകും. ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്: അന്ന് സുന്ദരികളായ യുവാക്കന്മാരും സുന്ദരികളായ യുവാക്കന്മാരും യുവതികളും കടൽ മുതൽ കടൽ വരെ കർത്താവിൻ്റെ വചനം തേടി ഉടനുമെങ്കിലും അവർ കണ്ടെത്തിയില്ല. അങ്ങനെ കണ്ടെത്താതെ വരുമ്പോൾ അവർ അഷിമ ദേവതയാണ്, ബാൽ ദേവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കള്ള ദൈവത്തിന് മുമ്പിൽ സത്യം ചെയ്യും. അങ്ങനെ സത്യം ചെയ്യുന്നവർ ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഉയർപ്പ് പോലും കർത്താവ് പറയുന്ന ഭൂമിയിലെ സമസ്ത വസ്തുക്കൾക്കും കർത്താവ് ഉയർപ്പ് നൽകുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും കർത്താവ് അതിൻ്റെ രീതിയിലുള്ള ഉയർപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം തേടി ഉടരുന്ന കാലത്തിലേക്ക് ലോകം കടന്നുപോകും. ഒരു വചനം കിട്ടിയിരുന്നെങ്കിൽ, ഒരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ, യേശുവിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്ന അവസ്ഥ ഭൂമിയിൽ വരും. കാരണം ഇതെല്ലാം നിശബ്ദമായി പോകുന്ന സമയം തൊട്ടുമുമ്പിലാണ്. എല്ലാ വചനപോഷകളും നിന്ന് പോകും, എല്ലാ ധ്യാന സെൻ്ററുകളിലും നിന്ന് പോകും, എല്ലാ കുർബാനകളും നിന്ന് പോകും, എല്ലാ ദേവാലയങ്ങളും അടച്ചുപൂട്ടും, എല്ലാ ഭക്ഷ്യ മാർക്കറ്റുകളും അപ്രത്യക്ഷമാകും. അപ്പോൾ അവിടെ സംരക്ഷണം കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ നിൽക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഏശയ്യാ പറയുന്ന പുസ്തകം ഏശയ്യാ 57:1 അവിടെ കർത്താവ് പറയുന്നുണ്ട്: നീതിമാൻ വിനാശം എടുക്കപ്പെടും, അവൻ സന്മാർഗം തരുന്നതിനായി തൻ്റെ കിടക്കിൽ വിശ്രമം വരണം എന്ന് കർത്താവ് പറയുന്നുണ്ട്.
ആ വിശ്രമത്തിലേക്ക്, ആ വിശുദ്ധിയിലേക്ക്, ആ വിശ്രാന്തിയിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നാം യേശുവിൻ്റെ കൂടെ ആയിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം പ്രിയപ്പെട്ടവരെ. അതിനായി നിങ്ങൾക്ക് ഒരുക്കുന്ന അവസരമായി ഇത് കണ്ടുകൊണ്ട് ഈ പറഞ്ഞ ഡേറ്റിലേക്ക് നിങ്ങൾ ധ്യാനത്തിനായിട്ട് കടന്നു വരിക. അതിനായി പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുത്വം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ലേച്ഛതയിൽ നിന്നും അസ്വസ്ഥത്തിൽ നിന്നും സകലവിധ ആകുലതകളിൽ നിന്നുമുള്ള രക്ഷിക്കുമാറാകട്ടെ. കർത്താവായ യേശു തിരുവചനം എന്നെ നിത്യജീവിലേക്ക് നിർഗളിക്കുന്ന നീർച്ചാലായിട്ട് മാറട്ടെ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു തിരുവചനം എൻ്റെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്ന ഔഷധമായിട്ട് മാറട്ടെ. എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ തിരുമഹത്വം, ആ തിരുശക്തി എന്നിൽ നിറയുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് എന്നെ തീപ്പന്തമാക്കി മാറ്റട്ടെ. ആ തീപ്പന്തം എന്നിൽ കത്തിജ്വലിക്കുമ്പോൾ ഞാനൊരു അഗ്നിഗോളമായി യേശുവിൻ്റെ മകളായി രൂപാന്തരപ്പെടാൻ എന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം എന്നിൽ നിറയുമ്പോൾ എനിക്ക് മരണത്തെ ഭയമില്ലാത്ത വിധം എൻ്റെ കർത്താവ് യേശു ക്രിസ്തു സാക്ഷ്യമാകാൻ പറ്റുന്ന പശ്ചാത്തലം നമ്മൾ നിറയുമാറാകട്ടെ. അതിനായി പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ചേരാം, പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം സമയമാണ്. എന്നാൽ സഭ ഉറങ്ങുകയാണ്, മയങ്ങുകയാണ്. സഭ തളർന്നു, സഭ തീർന്നു, സഭ ചീർത്തു വീർത്തു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എന്നു വേണ്ട സകല വിശുദ്ധ അശുദ്ധിയുടെയും ചീർക്കൽ, നാശം, അഴുകി ദ്രവിച്ച ഒരു പഴുതുണി പോലെ ഇപ്പോൾ സഭയായിട്ടുണ്ട്. ആ സഭ തീരാൻ അധിക സമയം വേണം. അതുകൊണ്ട് ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്ത കർത്താവ് പറഞ്ഞു. ഇവിടെ നാം ഉണരണം. നമ്മെ ഉണർത്താൻ വേറെ ആരുമില്ല. ഇതുപോലെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വരുവിൻ, നിങ്ങളെ കർത്താവിൻ്റെ മഹത്വം കാണിച്ചു തരാമെന്ന് പറയാൻ ഇപ്പോൾ വളരെ ചുരുങ്ങിയ ആളുകളുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്ത് നിങ്ങൾ വേഗം വന്ന് ധ്യാനം കൂടി സ്വന്തം മകളിലേക്ക് മടങ്ങി എന്താണ് ചെയ്യേണ്ടതെന്ന് ധ്യാനത്തിൽ വരുന്നവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിനെ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശു രണ്ടാമത്തെ വരായിട്ട് വരുന്ന നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ. ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകുമാറട്ടെ. അമേൻ.